പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നാട്ടിലോട്ടൊന്നല്ല, ഒന്ന് മാലി വരെ പോകണം കേട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ എന്തിനാ ഈ പെട്ടിയെന്ന് വിചാരിക്കേണ്ട. സാധനം വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ പെട്ടി എടുക്കാമെന്ന് കരുതി. നമ്മൾ എളുപ്പമല്ലേ. ഈ കാണുന്നത് ധോണി ഫെറിയിൽ തന്നെയാണ് ഇന്നത്തെ യാത്ര കേട്ടോ. എന്താ ആരുമില്ല, ഇപ്രാവശ്യം വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു നല്ല സ്ഥലം നോക്കി പിടിച്ചു. അങ്ങനെ നമ്മുടെ ധോണി ഫെറി അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് മാലിയാണ് കേട്ടോ. വേറെ എവിടെ ഇത് നിർത്തൂല. നോക്കിയാൽ കടലൊക്കെ നല്ല ശാന്തമായിട്ടുണ്ട് കേട്ടോ. ഇത് രസമല്ലേ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഛർദ്ദിക്കും ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ കിടന്നുറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാലിയിലെത്തി. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി കടയിൽ വന്നു കേട്ടോ. കുറേ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. 2 മണിക്കാണ് ഞങ്ങൾക്ക് തിരിച്ചുള്ള ഫെറി കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് തിരിച്ച് വാങ്ങിയ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കിയിട്ട് തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് വന്നതാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ മീനൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. ഇവിടെ ഇതുപോലത്തെ 2 മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി പെട്ടിയും കൊണ്ട് ഓരോരോ സ്ഥലത്ത് പോയി സാധനമൊക്കെ വാങ്ങി പെട്ടിയിൽ പാക്ക് ചെയ്ത് ഞങ്ങളിതാ തിരിച്ച് നേരെ ഇനി ഫെറിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. പെട്ടി നിറഞ്ഞിട്ടുണ്ട്. ഇനി പെട്ടി നമുക്ക് വീട്ടിൽ പോയി അൺബോക്സ് ഒക്കെ ചെയ്യേണ്ടതാണ്. ഇത് നോക്കിയേ, പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പെട്ടി എടുത്ത് പോയ ആൾ ഞാൻ മാത്രമായിരിക്കും അല്ലേ. ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ വിദ്യ സൈനിങ്.